ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട്, അക്വേരിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറൻറ്റ് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? അക്വേരിയസിൻ്റെ പേഴ്സൻ്റെ ഇടയിൽ ഇപ്പോൾ എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 5 ഓഫ് സോഡ്സിൻ്റെ കാർഡാണ് ആദ്യത്തെ കാർഡ്. ഏസ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു. ഫൈവ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് 5s ഉണ്ട്. ഓക്കെ, 5 ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 2 കാർഡ്സ് ഇവിടെ 5. അപ്പോൾ 5 നമ്പർ തന്നെ ഒരു ചേഞ്ചിൻ്റെ നമ്പറാണ്. വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണത്. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ എന്തോ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 5 + 5 10 ആൻഡ് ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 11 ആണ്. അപ്പോൾ ആദ്യം 11 സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, 1 അതൊരു മാസ്റ്റർ നമ്പറാണ് ന്യൂമറോളജിയിൽ. പക്ഷേ അതല്ലാണ്ടും 11 ഇൻഡിക്കേറ്റ് ചെയ്യണത് ഒരു സ്റ്റേബിൾ എനർജിയാണ്, സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ എവിടെയോ ഈ റിലേഷൻഷിപ്പ്, ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് വലിയ മാറ്റങ്ങൾ, വലിയ ചേഞ്ചസ് ആണ്. ആദ്യത്തെ കാർഡ് തന്നെ 5 ഓഫ് സോഡ്സ് ഒരു വഴക്കിൻ്റെ എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ വഴക്കുണ്ടാവുന്നുണ്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇടയ്ക്കല്ല വെച്ചാൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഇല്ല ഇഷ്യൂസ് അല്ല, വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ഉണ്ട്. വേറെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഗോസിപ്പ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ ചില നെഗറ്റീവ് എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാൻ കാണുന്നത് ഇൻ്റർഫിയറൻസിൻ്റെ എനർജി തന്നെയാണ്, 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ വേറെ ആൾക്കാരുടെ കാരണം നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് കുറേ ഫൈറ്റ്സ് ഉണ്ടാവണു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ബ്രേക്ക് ത്രൂ മൂമെൻ്റ് ഉണ്ട്. ഈ സ്റ്റാഗ്നൻറ്റ് ഫേസിന് നിങ്ങൾക്ക് എന്തോ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ആ ക്ലാരിറ്റി എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ കുറേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ക്ലാരിറ്റിയാണ് വരണത് ഇവിടെ. അപ്പോൾ എന്താണ് എക്സാക്ട്ലി ഇവിടെ നടക്കുന്നത്? 5 ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? 2 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇല്ലച്ചാൽ കുറേ സമയം ആയിട്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, ഫൈറ്റ്സ്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ പറഞ്ഞാൽ ഇവിടെ ഗിവ് അപ്പ് ചെയ്യണ എനർജി ഇല്ല, നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ പേടി വന്നിരിക്കണു. എന്താ വെച്ചാൽ ഇപ്പോൾ അറിയില്ല എന്താ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ 5 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? എന്തോ ഒരു കംപ്ലീഷൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തോ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ കാണുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണു. നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോണത്. അപ്പോൾ എന്തായിരുന്നു പാസ്റ്റിൻ്റെ എനർജി? പാസ്റ്റിൽ എന്താ ഉണ്ടായേ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ സ്റ്റാർ എനർജി, ഇത് എക്വേരിയസിൻ്റെ തന്നെ എനർജിയാണ്. അപ്പോൾ സ്റ്റാർ എനർജി ഇവിടെ എന്താ വന്നിരിക്കണേ?
അപ്പോൾ ഇതും ഞാൻ കാണുന്നത് ഹോപ്പുള്ള എനർജിയാണ്. കുറേ ഹോപ്പുണ്ട്, ഫെയ്ത്ത് ഉണ്ട്, ഫ്യൂച്ചർ നല്ലപോലെ മുമ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ അങ്ങനെയായിരുന്നു. ഞാൻ കാണുന്നത് ഇവിടെ കുറേ കമ്മ്യൂണിക്കേഷൻ, ട്രാവൽഡ് എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നം കാണാനില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്, എല്ലാം ശരിയായി മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ കാണുന്നത് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ ചാലഞ്ച് എന്താണ്? ടെമ്പറൻസ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഇല്ല. ഓക്കെ, ഒരു പേഴ്സൺ കുറേ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൺ എഫേർട്ട് ഇല്ല, അങ്ങനത്തെ എനർജി ആവാം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു ബാലൻസ് ഇല്ലാത്ത റിലേഷൻഷിപ്പ്, ഹീലിംഗ് ഇല്ലാത്ത റിലേഷൻഷിപ്പ്. അപ്പോൾ പാസ്റ്റിൻ്റെ ചില ഇഷ്യൂസിന് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. 2 of Wands ഇവിടെ ചാലഞ്ചായിട്ട് വന്നിരിക്കണു. അപ്പോൾ 2 of Wands ഇവിടെ 3 of Cupsൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതല്ല ഫ്യൂച്ചറിൽ എന്താ വേണ്ടേ, ഈ സിറ്റുവേഷൻ വർക്കൗട്ട് ആവോ ഇല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഡൗട്ടിലാണ് നിൽക്കുന്നത്. അതല്ല മുമ്പും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന്, ഇത് മുമ്പോട്ട് പോവോ ഇല്ലേ എന്ന്. ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി കാണാനുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഓക്കെ, ഈ തേർഡ് പാർട്ടി ഇവിടെ വന്ന് ഈ ഓൾറെഡി കൺഫ്യൂഷനുള്ള സിറ്റുവേഷനിൽ കൂടുതൽ അവർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണു. ഇപ്പോൾ അത് മനഃപൂർവ്വമാണോ അതല്ല വെച്ചാൽ അവർക്ക് ഈ ചില അറിയാണ്ട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആവണത് അതറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എന്തോ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അവരുടെ ഫീലിങ്സ് 10 of Wands ആണ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് അവർ ആക്ച്വലി കുറേ ടയേർഡായിരിക്കണോ ഈ ഇഷ്യൂസ്, ഈ സിറ്റുവേഷനിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ കാരണം അവർ ആക്ച്വലി ഗിവ് അപ്പ് ചെയ്യാൻ റെഡിയാണ്. എന്താ വെച്ചാൽ അവർ ഇപ്പോൾ കുറേ ബേർഡനായി ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ കുറേ പ്രഷറായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷണലി അവർ ക്ലിയർ അല്ല, അവർക്ക് എന്താ വേണ്ടതെന്ന്. ചില സീക്രറ്റ്സ് ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ അതും അവർക്ക് ഒരു പേടിയുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ പുറത്ത് വന്നാൽ എന്താ ആവുക, എങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുക. അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കുറേ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് പെരുമാറണത്. ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ കുറേ ഒരു പ്രാക്ടിക്കലായിട്ടാണ് സംസാരിക്കണത്, ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത മാതിരി. അപ്പോൾ അങ്ങനത്തെ ഒരു ബിഹേവിയറാണ് അവരുടെ ഇപ്പോൾ. അവർ ആക്ച്വലി അവരുടെ ഫീലിങ്സ് ഒളിപ്പിക്കാനാണ് നോക്കണേ. ഓക്കെ, എന്താ വെച്ചാൽ അവർക്കൊരു പേടിയുണ്ട് ഈ കാര്യങ്ങൾ പുറത്ത് വന്നാലോ. 8 of Cups. അപ്പോൾ അവർ ആക്ച്വലി ഹാപ്പി അല്ല. ഈ സിറ്റുവേഷനെ അവർക്ക് വിടണം എന്നുണ്ട് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യണോ എന്ന് അവരുടെ മനസ്സിലൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് അവർ തീരുമാനം എടുക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ഇവിടെ 5 of Pentacles. അപ്പോൾ നിങ്ങളും അതുമാതിരി കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത മാതിരി ഫീലിംഗ്, ഈ പേഴ്സൺ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല എന്ന മാതിരി ഒരു ഫീലിംഗ്. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ എഫെക്ഷൻ ഉണ്ട്, ലവ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു എൻഡിങ് വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. എന്താ വെച്ചാൽ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പത്തെ മാതിരി അല്ല, കുറേ ചേഞ്ചസ് വന്നിരിക്കണു ഈ പേഴ്സൻ്റെ ബിഹേവിയറിൽ. പിന്നെ അതല്ലാണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താണ്? ഔട്ട്കം ജസ്റ്റിസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു ഫെയർനെസ്സും ബാലൻസിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളും ഒരു പ്രാക്ടിക്കലായിട്ടാണ് ഡിസിഷൻസ് എടുക്കാൻ പോണത്. ഞാൻ കാണുന്നത് ഇവിടെ ഹാർട്ട് ബ്രേക്കാണ്. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. ചിലവർക്ക് ഇവിടെ ഡിവോഴ്സിൻ്റെ എനർജിയും കാണാനുണ്ട്. പക്ഷേ ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. ഈ ഏസ് ഓഫ് വോൺസ് എന്താണ്? ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ 2 ഏസസ് ഉണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് വോൺസ്, ഹൈറോഫാൻറ്റ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആ സ്റ്റേജ് വരെ എത്തും എന്ന് വെച്ചാൽ ഇവിടെ ഡിവോഴ്സ് ഇല്ല വെച്ചാൽ സെപ്പറേഷൻ്റെ സ്റ്റേജ് വരെ എത്തിയിട്ട് ഇവിടെ ആദ്യം ഒരു റീകൺസിലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഇവിടെ 2 ഏസസ് ഉണ്ട്. ഏസ് ഓഫ് വോൺസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഹൈറോഫാൻറ്റ്.
അപ്പോൾ ഇതൊരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ആക്ച്വലി ഒരു റീകൺസിലേഷനാണ്, ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആവാം. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതൊക്കെ മാറി നിങ്ങൾ ആദ്യം റീകൺസൈൽ ചെയ്യണ ചാൻസ് ഇവിടെ കാണാണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അത് മേ ബി ഫ്യൂച്ചർ ഒരു എനർജി ആവാം. ആ എനർജി നിങ്ങൾക്ക് അടുത്ത മാസമേ കാണുള്ളൂ. ഇല്ലച്ചാൽ അടുത്ത റീഡിങ്ങിൽ നമ്മൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോൾ കാണുന്നത് ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ കാർഡ്സ് പറയണേ? ഒറക്കിൾ കാർഡ്സിൻ്റെ മെസ്സേജ് ഇവിടെ ദിസ് കുഡ് ബി ദ വൺ ആണ്. യു ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ലോങ് ടേം പാർട്ട്ണർ ആണെന്നാണ് ഇവിടെ കാണുന്നത്. കോ ഡിപ്പെൻഡൻസി, അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. അപ്പോൾ ചില അഡിക്ഷൻസ് ഉണ്ട്, ചില അൺഹെൽതി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വേറെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മെസ്സേജസ് വരണത്? എന്താ വെച്ചാൽ മാസീവ് റിഗ്രറ്റ്സ് എന്ന് വന്നിരിക്കണു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കോ അവർക്ക് ഏതോ ഒരു കാര്യത്തിൽ കുറേ റിഗ്രറ്റ് ഉണ്ട്. ഫയർ സ്റ്റോം, കർമ്മ, ഡ്രാമ, എൻഡിങ്സ്, ലോസ്, മെൻ്റൽ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് വരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നിങ്ങൾ റീകൺസൈൽ ചെയ്യാൻ അതിൻ്റെ ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആവാം, ഒരു ഡിഫിക്കൾട്ട് സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അങ്ങനെ നമ്മൾക്ക് കരുതാം. എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ ചില ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കണ ഇൻഡിസിഷൻ, യു ആർ അഫ്രേഡ് ടു മേക്ക് എ മിസ്റ്റേക്ക് സോ യു വോണ്ട് കമ്മിറ്റ് ഈതർ വേ. അപ്പോൾ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ചെയ്യേണ്ട പേടി, എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു റോങ് ചോയ്സ് എടുക്കണ്ട എന്നൊരു പേടി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കാണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കണു. നീഡ് റെസ്ക്യൂയിങ്, യു ആർ വെയിറ്റിംഗ് ഫോർ ലവ് ടു സേവ് യു ബട്ട് യു മസ്റ്റ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് ലുക്കിംഗ്. അപ്പോൾ ഇവിടെയും അതന്നെ പറയണ ചില കേസസിൽ നിങ്ങൾക്ക് പറഞ്ഞ ചിലവർക്ക് ഇവിടെ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ വെയിറ്റ് ചെയ്യാണ്ട് ആക്ഷൻ എടുക്കാനുള്ള സമയമായിരിക്കണം. ഓക്കെ, നിങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യണം വെച്ചാൽ വെയിറ്റ് ചെയ്യരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തെങ്കിലും ആക്ഷൻ എടുക്കണം വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇതാണ് അക്വേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ സൈൻസ് വന്നിരിക്കണ സാജിറ്റേറിയസ് ഉണ്ട്, ടോറസ് ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്. അതല്ലാണ്ട് സാജിറ്റേറിയസ്, ടോറസ്, ക്യാൻസർ, പൈസീസ്, സ്കോർപ്പിയോ, ഓക്കെ, ഇതൊക്കെ സൈൻസ് ഇവിടെ കാണാണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം വെച്ചാൽ എന്നെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.